നിയമസഭയിലേക്ക് മത്സരിക്കാൻ അനുമതി വേണമെന്ന കെ സുധാകരന്റെ ആവശ്യം തള്ളി ഹൈക്കമാൻഡ്. മത്സരിക്കാൻ ഇളവ് നൽകണമെന്ന ആവശ്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അംഗീകാരം നൽകിയില്ല. ഖാർഗെയുടെ വസതിയിൽ വീണ്ടും ചർച്ച നടക്കുന്നു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാത്രി തന്നെ പുറത്തിറക്കും. പട്ടികയിൽ കണ്ണൂർ ഒഴിച്ചിട്ടേക്കും. ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകേണ്ടതില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്കാണ് ഹൈക്കമാൻഡ് പോകുന്നത്. ഇപ്പോഴും സംസ്ഥാന സമിതി അംഗങ്ങൾ നൽകിയ പട്ടികയിൽ കണ്ണൂർ എന്ന പേരിൽ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു നോമിനിയെ നൽകില്ല എന്ന് സുധാകരൻ ആദ്യഘട്ടത്തിൽ തന്നെ നിലപാട് എടുത്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ണൂരിൽ ഇനി ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സുധാകരനെ മറികടന്നുകൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ധനസുമോദ? ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇപ്പോൾ യോഗം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, സണ്ണി ജോസഫ്, ഇദ്ദേഹം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇപ്പോൾ യോഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ AICC യിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് ഇത്തരത്തിലുള്ള നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായത്. അതായത് ഈ പട്ടിക ഒരു നീണ്ട പട്ടിക തന്നെയായിരുന്നു. ഒറ്റ പേരിലുണ്ടായിരുന്ന പട്ടിക ആദ്യം സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഒരു പാനലിലെ പട്ടിക കൂടി സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ വസതിയിലേക്ക്, മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലേക്ക് ഇപ്പോൾ മിസ്ത്രി അടക്കമുള്ളവർ വരികയാണ്. തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനായിട്ടുള്ള മധുസൂദൻ മിസ്ത്രി അടക്കമുള്ളവരാണ് വരുന്നത്. കേസി വേണോ? മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ. സുമോദ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? തികച്ചും നാടകീയം നിറഞ്ഞ, അതായത് സസ്പെൻസ് നിറഞ്ഞ രംഗങ്ങൾക്കാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കെ സുധാകരന് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ അനുമതി നൽകാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് മല്ലികാർജ്ജുന ഖാർഗെ എത്തിയിരിക്കുന്നത്. അതായത് കേരളത്തിൽ നിന്നും ഒരു ലോക്സഭാംഗവും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിന് മറികടന്നുകൊണ്ട് സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു നിലപാട് നൽകാനാവില്ല എന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഈ കടുത്ത നിലപാട് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ചില നേതാക്കന്മാർ മല്ലികാർജ്ജുന ഖാർഗെയെ ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവസാന ഘട്ടം അദ്ദേഹത്തിന് തീരുമാനം മാറ്റുമോ, സുധാകരന് മാത്രമായി ഒരു അനുമതി നൽകുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ഇത് ഈ ചേരുന്ന യോഗത്തിലായിരിക്കും പ്രധാനമായും ഇങ്ങനെ അനുമതി നൽകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഒരു കൃത്യമായ ഒരു ധാരണയുണ്ടാകുക. അതനുസരിച്ചുള്ള യോഗമാണ് ഇപ്പോൾ ചേരാൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഒരുങ്ങുന്നത്. ധനസുമോദ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ സുധാകരൻ തനിക്ക് മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനപ്പുറം കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും നേതാക്കൾ സുധാകരന് മാത്രമായി ഇളവ് നൽകണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സുധാകരന് വേണ്ടി ഏതെങ്കിലും നേതാക്കൾ സംസാരിക്കുന്നുണ്ടോ ഹൈക്കമാൻഡുമായുള്ള യോഗത്തിൽ? അതായത് ഈ യോഗത്തിൽ, നേതൃയോഗത്തിൽ MP-മാർ ആരും മത്സരിക്കേണ്ട എന്ന് ശക്തമായ നിലപാടെടുത്തത് രണ്ട് നേതാക്കന്മാരാണ്. ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, രണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതേസമയം KC വേണുഗോപാലും സണ്ണി ജോസഫും ഇതിനോട് ഒരു ശക്തമായി എതിർക്കാത്ത ഒരു നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവരൊരു നേതൃയോഗത്തിലുണ്ടായ അനുമതി ഇത്തരത്തിലുള്ള ഒരു നേതാക്കന്മാരെ ആരെയും അനുവദിക്കേണ്ട എന്ന് തന്നെയായിരുന്നു. പക്ഷേ ആ യോഗത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായതിനെ തുടർന്ന് ഈ തീരുമാനം എടുക്കേണ്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ ഈ തീരുമാനം എടുക്കാനുള്ള അധികാരം മല്ലികാർജ്ജുന ഖാർഗെക്ക് നൽകുകയായിരുന്നു. അങ്ങനെ മല്ലികാർജ്ജുന ഖാർഗെ എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുക എന്ന നിലയിലേക്ക് തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ യോഗം ചേർന്നത്. അങ്ങനെ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഒരു അംഗീകാരം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം ആ തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ആ തീരുമാനം അനുസരിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കെ സുധാകരൻ മത്സരിക്കേണ്ടതില്ല
മത്സരിക്കേണ്ടതില്ല. കെ സുധാകരനല്ല അടൂർ പ്രകാശ് ആയാലും രണ്ടുപേരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കാര്യം. സാധാരണ നിയമസഭയിലേക്ക് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് ഇവിടെ ഈ ലോക്സഭയിൽ വഹിക്കാനുള്ളത് എന്നുള്ളൊരു കാര്യമുണ്ട്. മാത്രമല്ല സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു സവിശേഷ ഒരു സാഹചര്യത്തിൽ ഒരു ലോക്സഭാ അംഗത്തെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അനുവദിച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി കോൺഗ്രസ് പാർട്ടി തന്നെ വിജയിച്ച് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ കോൺഗ്രസ് വിജയിക്കാൻ സാധ്യത തീരെ ഇല്ല എന്ന് മാത്രമല്ല അവിടെ ഒരുപക്ഷെ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJP വിജയിക്കാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേരളത്തിൻ്റെ തന്ത്രജ്ഞന്മാർ ഇവിടെ ഉപദേശം നൽകിയിരിക്കുന്നത്. കണ്ണൂരിലായാലും സുധാകരൻ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാം എന്നുള്ള ഒരു വിശ്വാസം കോൺഗ്രസ് പാർട്ടിക്കില്ല. കോൺഗ്രസിൻ്റെ തന്ത്രജ്ഞന്മാർ ഇക്കാര്യങ്ങൾ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ലോക്സഭാംഗങ്ങൾ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. മാത്രമല്ല ലോക്സഭാംഗങ്ങൾ നിയമസഭയിലേക്ക് മത്സരിച്ച് വീണ്ടും ഒരു ചെലവ് വർദ്ധിപ്പിക്കുക, വീണ്ടും ഒരു മത്സരമുണ്ടാക്കുക, ഇത് ജനങ്ങളിൽ ഒരു അതൃപ്തി ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഇവർക്കൊരു പ്രാഥമികമായ ഒരു സർവേയിൽ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഈ നേതാക്കന്മാരാരും അവർക്ക് മത്സരിക്കണമെന്നുള്ള പൂതി ഉണ്ടെങ്കിൽ പോലും അത് മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ഒരു കാരണവശാലും നിയമസഭയിലേക്ക് ഇനി MP-മാർ മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും രീതിയിൽ ഖാർഗെയുടെ മനസ്സ് ഒന്ന് മാറുമോ എന്ന് അറിയാനുള്ള ഒരു അന്തിമ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ധനസുമോദി പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിൽ കെ സുധാകരന് ശക്തമായ ഒരു പ്രവർത്തക പിന്തുണയുണ്ട്. അത് ഈ സുധാകരന് അവസരം നൽകേണ്ടതില്ല എന്ന നേതൃത്വവും ഒപ്പമുള്ള നേതാക്കളും ഒക്കെ പറയുന്ന ഘട്ടത്തിലും കണ്ണൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. സണ്ണി ജോസഫിന്റെ പേരാവൂരിൽ ഉൾപ്പെടെ സണ്ണി ജോസഫിനെതിരെ നന്ദികേട് കാട്ടരുത് എന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ പുറത്തിറക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലൊരു തെരുവ് പ്രതിഷേധവുമായി രംഗത്തുനിന്ന കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ കണ്ടു. അതായത് കെ സുധാകരന് വലിയ പ്രവർത്തകരുടെ പിന്തുണയുണ്ട്. കണ്ണൂരിൽ ഒരുപക്ഷെ ഒരിക്കൽ കൂടി തിരിച്ചു വരാനുള്ള ഒരു അവസരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു വസ്തുത കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കാതെ പോകുന്നുണ്ടോ? ഇപ്പോൾ അനുഷ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാർ ഈ വികാരം ഉൾക്കൊണ്ടിട്ടുണ്ട്. കണ്ണൂരിൽ അവരുടെ സ്ഥലമായിട്ടുള്ള അതായത് KC വേണുഗോപാൽ കണ്ണൂരിൽ പയ്യന്നൂരിൽ നിന്നുള്ള നേതാവാണ്. സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുന്ന ഒരു നേതാവാണ്. ഈ രണ്ട് നേതാക്കന്മാരും സുധാകരനോട് കടുത്ത നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കേണ്ടത്. പരമാവധി സുധാകരനെ വേദനിപ്പിക്കാത്ത ഒരു നിലപാട് തന്നെയാണ് KC വേണുഗോപാലും സണ്ണി ജോസഫും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ട ഒരു ബാധ്യത മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഇല്ലാത്തതിനാലാണ് മല്ലികാർജ്ജുന ഖാർഗെ ഇപ്പോൾ ഒരു ബിഗ് നോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു മത്സരം ഈ തരത്തിലുള്ള ലോക്സഭാംഗങ്ങൾ മത്സരം വേണ്ട എന്നുള്ളൊരു കാര്യം. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ 95 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചിരിക്കുന്നത്. ബാക്കി 94 സ്ഥലങ്ങളിലും കൃത്യമായ ഒരു സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ ഒരു പാനലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് ഒറ്റ പേരിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു പാനൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പേര് പോലും കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത് കണ്ണൂരാണ്. ഇതിപ്പോൾ സുധാകരൻ നിർദ്ദേശിച്ചില്ലെങ്കിൽ മറ്റൊരു പേര് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കണ്ണൂരിലേക്ക് നിർദ്ദേശിക്കേണ്ടി വരും. അതിവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിക്കേണ്ടി വരും. മാത്രമല്ല ഈ യോഗത്തിൽ പല പേരുകളിലും ഒരു അതൃപ്തി രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കേണ്ടി വരുന്നത്. ആ പേരുകൾ മാറ്റി ഉടൻ തന്നെ ഈ രാത്രിയിൽ തന്നെ ഈ തരത്തിലുള്ള ഒരു പട്ടിക കൃത്യമായ ഒരു പട്ടിക രണ്ടാം ഘട്ട പട്ടിക പൂർത്തിയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി മല്ലികാർജ്ജുന ഖാർഗെ നൽകിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു തീവ്രമായ ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. വരുന്ന 2 മണിക്കൂറിനുള്ളിൽ പട്ടിക പുറത്തിറക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധനസുബോധ ഒരു കാര്യം കൂടി, സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുതെന്ന നിർദ്ദേശം അത് ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ പ്രവർത്തകർക്കും ഒപ്പം തന്നെ നേതാക്കൾക്കും ഒക്കെ നൽകിയിരുന്നു. അത് കെ സുധാകരൻ മറികടന്നിരിക്കുന്നു. അതാണോ ഒരുപക്ഷെ ഖാർഗെയും ഒപ്പം തന്നെ ഹൈക്കമാൻഡെയും ചൊടിപ്പിച്ചത്?
അതായത് മല്ലികാർജുന ഖാർഗെയുടെ നിലപാട് വിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് വരെ കാത്തിരിക്കാനായിട്ട് നേതാക്കന്മാർ എല്ലാവരും തയ്യാറാകേണ്ടതാണ്. പക്ഷേ സുധാകരൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മത്സരിക്കുമെന്നുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാവിലെ 11 മണിക്ക് വരുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. അതനുസരിച്ച് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം 11 മണിക്ക് ഉണ്ടെന്ന് ഒരു അനൗദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് നീണ്ടു പോവുകയായിരുന്നു. 4 മണിക്കാണ് പിന്നീട് CEC ചേരുന്നത് എന്നുള്ള ഒരു വിവരം വന്നു. പക്ഷേ 4 മണിക്കായാലും ആദ്യം ചേർന്നത് അസമിലെ ഒരു CEC ആണ്, തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ്. അത് കഴിഞ്ഞ് പുതുച്ചേരിയിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ്. അതിനുശേഷമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടക്കുന്നത്. സ്വാഭാവികമായും ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. പക്ഷേ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രിക സമർപ്പിക്കുകയാണ്. കേരളത്തിൽ പല നേതാക്കന്മാരും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എല്ലാവരുമായി അവർ കൃത്യമായി റോഡ് ഷോ നടത്തുകയും വീടാന്തരം കയറിയിറങ്ങി പ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ കേവലം 55 പേരെ മാത്രം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഒരു നിൽപ്പ്. അതുകൊണ്ട് ഇനി ഈ ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ, അത് കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു 3-4 സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് മല്ലികാർജുന ഖാർഗെ നൽകിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള ആ ഉത്തരവ് പാലിക്കാൻ വേണ്ടിയുള്ള തിരക്കിട്ട ശ്രമം തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത്. സുമോദ്, കണ്ണൂർ എന്ന് പറയുന്നത് സുധാകരൻ വളർന്നു വന്ന ഒരു മണ്ണാണ്. സുധാകരനെ ഒരു നേതാവാക്കി വളർത്തിയത് കണ്ണൂരാണ്. ഒരുപക്ഷെ കണ്ണൂരിൽ നാം ഇന്ന് കാണുന്ന ഒരു കോൺഗ്രസിനെ വളർത്തിയെടുത്തതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു നേതാവാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തകരുടെ കണ്ണൂർ ജില്ലയിലെ ഒരു പൾസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ധർമ്മടത്ത് കെ സുധാകരൻ മത്സരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ പോയി നിന്ന ഒരു പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ കെ സുധാകരനെ അവഗണിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കേണ്ട എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് തന്നെ കണ്ണൂരിൽ മാത്രമല്ല ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത കൂടി ഇല്ലേ? അങ്ങനെയല്ല നിഷ ഇതിനെ വായിക്കേണ്ടത്. കാര്യം കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചാൽ അദ്ദേഹം കണ്ണൂരിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് ഇവർക്കുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു അലയൊലികൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് ബാധിക്കുമെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. മാത്രമല്ല, സുധാകരൻ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക അനുമതി നൽകാനാവില്ല. അവിടെ ഈ തെക്കൻ ജില്ലയിലാണെങ്കിൽ അടൂർ പ്രകാശ് അദ്ദേഹവും മത്സരിക്കാൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എം കെ രാഘവൻ കോഴിക്കോട് MP അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഒരു മാനദണ്ഡം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ പാലിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകുകയാണെങ്കിൽ മറ്റ് MP-മാരും ഇതേ പാത പിന്തുടരുമോ എന്നുള്ള ഒരു ആശങ്കയും ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ മത്സരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മല്ലികാർജുന ഖാർഗെ എത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, പക്ഷേ എങ്കിൽ പോലും ഒരിക്കൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, പിന്നീട് നേതാക്കന്മാർ വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. ആ ലോക്സഭ രാജിവെച്ച് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ഒരു കെ സുധാകരൻ പറയുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. കണ്ണൂർ മണ്ഡലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകുമെന്ന് കെ സുധാകരൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഖാർഗെ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് സുധാകരൻ പറയുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുകയോ ചെയ്തിട്ടുണ്ടോ? ഈ തരത്തിലുള്ളൊരു സംശയം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിച്ചിരുന്നു. കാര്യം VD സതീശൻ പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ KPCC പ്രസിഡന്റുമായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ആ തരത്തിൽ ഹൈക്കമാൻഡ് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ കെ സുധാകരന് നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തനിക്കറിയില്ല എന്ന് തന്നെയാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ളൊരു ഉറപ്പ് നൽകി എന്നുള്ളൊരു കാര്യം സുധാകരൻ പറഞ്ഞുള്ള അറിവല്ലാതെ മറ്റാരും ഇക്കാര്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. രാഹുൽ ഗാന്ധി ആയാലും മല്ലികാർജുന ഖാർഗെ ആയാലും മറ്റു KC വേണുഗോപാൽ അങ്ങനെ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാരും സുധാകരന് ഇങ്ങനെ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ തരത്തിലുള്ള KPCC പദമൊഴിഞ്ഞത് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും സുധാകരനെ വേദനിപ്പിക്കേണ്ട, സുധാകരനെ പിണക്കണ്ട, സുധാകരനെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്.
സുധാകരനെ പിണക്കേണ്ടതില്ല, അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ കണ്ണൂരിൽ ആരെ എന്ന ചോദ്യമാണ് വരുന്നത്. സുധാകരന്റെ നോമിനി എന്നാണ് ഈ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുധാകരൻ ഒരു നോമിനിയെ നൽകില്ല എന്ന ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നേതൃത്വം ഈ ഒരു നീക്കത്തെ മറികടന്നുകൊണ്ട് മറ്റാരെയെങ്കിലും കണ്ണൂരിൽ പരിഗണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സുധാകരൻ ഒരു നോമിനിയെ നൽകുന്നത് വരെ കാത്തിരിക്കാനാണോ സാധ്യത? കാരണം ഇനി അധിക സമയമില്ല. 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. ഒരുപക്ഷെ പുതിയ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അവർക്ക് പ്രചാരണത്തിനും അധിക സമയം ലഭിക്കുകയില്ല. ഇവിടെ സുധാകരൻ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അദ്ദേഹത്തിന് കൃത്യമായ തീരുമാനമില്ലാതെ കേരളത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. സുധാകരൻ നാളെ കേരളത്തിലെത്തും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സുധാകരൻ സ്ഥാനാർത്ഥിയായിട്ടാണോ എത്തുന്നത്, അതൊരു വഴങ്ങിയ സുധാകരനായിട്ടാണോ എന്നുള്ളൊരു കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല മറ്റു നേതാക്കന്മാർക്ക് ഇവിടെ തങ്ങാൻ അധികം കഴിയില്ല. സണ്ണി ജോസഫിനായാലും പ്രചരണം നടത്തണം, വി ഡി സതീശന് പ്രചരണം നടത്തണം, രമേശ് ചെന്നിത്തല ഇതിനകം തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു, വിഷ്ണുനാഥ് ഇതിനകം തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ ഏകോപിച്ച് നിൽക്കാൻ കഴിയുന്നത് ഷാഫി പറമ്പിലിന് തന്നെയാണ്. പക്ഷേ ഷാഫി പറമ്പിലും ഇന്ന് കേരളത്തിലെത്തി അദ്ദേഹവും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അധിക സമയമില്ല. കാര്യം ഇന്ന് കഴിഞ്ഞാൽ, ഇന്ന് പുലർച്ചെ കഴിഞ്ഞാൽ പിന്നെ കേവലം 4 ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസമുള്ളത്. അങ്ങനെ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ്. അതുകൊണ്ട് സുധാകരൻ നൽകുമെങ്കിൽ സുധാകരന്റെ പേരെടുക്കുക. ഇനി സുധാകരൻ നൽകിയില്ലെങ്കിൽ ഒരു പുതിയൊരാളെ കണ്ണൂരിലേക്ക് കണ്ടെത്തുക എന്ന് തന്നെയായിരിക്കും ഇനി കോൺഗ്രസിന് മുന്നിലുള്ള ഏക പോംവഴി. കണ്ണൂരിൽ കെ സുധാകരൻ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണ്. ഖാർഗെ നിലപാട് കടുപ്പിക്കുന്നു. മത്സരിക്കാൻ ഇളവ് നൽകേണ്ടതില്ല എന്ന ആവശ്യം മല്ലികാർജ്ജുൻ ഖാർഗെ പൂർണ്ണമായും തള്ളുകയാണ്. ഡി ധനസുമോദ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുന്നിൽ നിന്ന് ചേരുകയാണ് വിവരം നൽകാനായി. സുബോധി പറഞ്ഞതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ കേരള നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം തുടരുകയാണ്. ഈ യോഗത്തിന് ശേഷം കണ്ണൂർ മാത്രം ഒഴിച്ചിട്ടുകൊണ്ടുള്ളൊരു പട്ടികയാണോ പ്രതീക്ഷിക്കേണ്ടത്? കണ്ണൂർ ഒഴിച്ചിട്ട് ശേഷമുള്ള ഒരു പത്രിക തന്നെയായിരിക്കും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാര്യം സ്വാഭാവികമായും മറ്റു നേതാക്കന്മാരോട് ഒരു ആശയവിനിമയം നടത്തിയിട്ട് വേണം ഈ കണ്ണൂരിലെ ഉള്ള ഒരാളെ കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട്. കാര്യം അവർ നേരത്തെ രമേശ് ചെന്നിത്തലയും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതൃയോഗം അവർ ഒരുമിച്ചിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള കണ്ണൂരിൽ പേരൊഴിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള പ്രഖ്യാപനം നടത്താം എന്നുള്ളൊരു തീരുമാനം എത്തിയിരുന്നത്. അതേസമയം കോന്നിയുടെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നില്ല. കാര്യം അടൂർ പ്രകാശിനെ എടുക്കാൻ അവർക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നേതാക്കന്മാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാനൽ പേരാണ് ഇട്ടിരിക്കുന്നത്. കോന്നിയിൽ, അതായത് അടൂർ പ്രകാശ് മത്സരിക്കും എന്ന് കരുതിയിരുന്ന കോന്നിയിലേക്ക് ഇപ്പോൾ അവിടുത്തെ DCC അധ്യക്ഷനായിട്ടുള്ള സതീഷ് കൊച്ചുപറമ്പിലിൻ്റെ പേരുണ്ട്. അതുകൊണ്ട് ഇനി പ്രധാനപ്പെട്ട വെല്ലുവിളി കണ്ണൂരിൽ ഒരാളെ ഫില്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് പലരുടെ പേരുകളാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ അത് സുധാകരനായിട്ട് പറയട്ടെ എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. അതായത് കണ്ണൂരിലെ നഗരസഭാ അധ്യക്ഷനായിരുന്ന TO മോഹനന്റെ പേരുണ്ട്, അമൃത രാമകൃഷ്ണന്റെ പേരുണ്ട്, റിജിൽ മാക്കുറ്റിയുടെ പേരുണ്ട്. പക്ഷെ ഇതെല്ലാം ഏതെങ്കിലും ഒരു പേരെങ്കിലും സുധാകരൻ നേതൃത്വത്തോട് അറിയിച്ചിരുന്നെങ്കിൽ ആ പേര് അവർ അനുവദിക്കുന്നതാണ്. പക്ഷേ സുധാകരൻ ഒരു കാരണവശാലും അങ്ങനെ ഒരു പകരം പേര് നൽകില്ല. മാത്രമല്ല തന്നോട് ഈ നേതൃത്വം കാട്ടുന്നത് ചതിയാണ് എന്ന് വിശ്വസിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള സുധാകരനെ ഒരു ഇണക്കിയെടുക്കാനുള്ള, സുധാകരൻ്റെ ഒരു പിണക്കം മാറ്റാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ മല്ലികാർജ്ജുന ഖാർഗെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലോക്സഭാ അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് അവിടെ മത്സരിക്കേണ്ട കാര്യമില്ല. കാര്യം മറ്റു സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളം. ഒന്നാമത്തെ കാര്യം, ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തിൽ മറ്റൊരു പ്രശ്നമുണ്ടാകുന്നത് ഈ ജനങ്ങൾ മുഴുവനും ഈ അധികാരത്തിന് വേണ്ടി പിന്നാലെ പായുന്ന ആളുകളാണ് ഈ കോൺഗ്രസ്സുകാർ. അല്ലെങ്കിൽ ഓരോ സഭകളിലും മാറി മാറി എന്തിന് സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതൊരു തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് പോലും വഴിതെളിക്കും എന്നുള്ള ഒരു കണ്ടെത്തലുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ MP-മാർക്ക് പലർക്കും മത്സരിക്കാനുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ
പശ്ചാത്തലത്തിലാണ് പലരും മത്സരിക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചത്. പക്ഷേ പിന്നീട് ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു നിലപാട് ഈ തരത്തിലേക്കല്ല എന്ന് മനസ്സിലായതോടെ ബെന്നി ബെഹനാൻ ഇനി മത്സരത്തിനില്ല, നിയമസഭയിലേക്കുള്ള മത്സരത്തിനില്ല എന്നുള്ളൊരു കാര്യം തുറന്നു പറഞ്ഞിരുന്നു. ആദ്യം ഇക്കാര്യം തുറന്നു പറഞ്ഞത് കൊടിക്കുന്നിൽ സുരേഷാണ്. കാര്യം നേരത്തെ കൊടിക്കുന്നിൽ സുരേഷും ഇതുപോലെ ഒരു മത്സരിക്കാനുള്ള താല്പര്യം അറിയിച്ചിരുന്നെങ്കിൽ പോലും ഹൈക്കമാൻഡിൻ്റെ ഒരു മൂഡ് മനസ്സിലാക്കി അദ്ദേഹം അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ പോലും എന്തുകൊണ്ടാണ് ഈ അടൂർ പ്രകാശും കെ സുധാകരനും മത്സരിക്കാൻ വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെയാണ് ശിവഗിരി മഠത്തിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. രാഹുൽ ഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ മഠാധിപതിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമി ഒരു ലെറ്റർ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ആ എഴുത്തിൽ ഒരു 18 പേരുകളാണ് ഉണ്ടായിരുന്നത്. ആ 18 പേരുകളിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ് കെ സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ. ബാക്കി ഉള്ളവർ 16 പേരുകൾ VR അനൂപ് തുടങ്ങിയ നേതാക്കന്മാർ ഉണ്ട് അവിടെ. പക്ഷേ എങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ആണ് ഉൾപ്പെടുത്തിയിരുന്നത്. കാര്യം കോൺഗ്രസിൻ്റെ ഒരു രീതി പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ MLA-മാരിൽ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ OBC വിഭാഗത്തിൽ നിന്നുള്ളവർ വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം കാണാൻ കഴിയും. കഴിഞ്ഞ തവണ തന്നെയായാലും കെ ബാബുവിനെ പോലെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് നിയമസഭയിലേക്ക് ജയിച്ച് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തങ്ങളുടെ ഒരു OBC വിഭാഗത്തിൻ്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ പ്രാതിനിധ്യം സഭയിൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശിവഗിരി മഠം ഒരു കത്ത് നൽകിയത്. ഈ കത്തിന്റെ കൂടി ഒരു പിൻബലത്തോടു കൂടിയാണ് കോൺഗ്രസ് തിരികെ എത്താം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരികയാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തുടരും. പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ലീഗിൽ തുടരുമെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി അറിയിച്ചു. ജംഷീർ കൊടിഞ്ഞ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, നേരത്തെ CPM-വുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച പാളിപ്പോയോ? തീർച്ചയായിട്ടും. അതായത് ആ ചർച്ചയിൽ ഇനി ഒരു തുടർ നടപടി ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഈ നീക്കം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് രാത്രിയോട് കൂടിയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി പാണക്കാട് എത്തിയിരിക്കുന്നത്. അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായും അതോടൊപ്പം തന്നെ മുനവ്വർ തങ്ങളുമായും എല്ലാം തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. നേരത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ലഭിച്ച വിവരം കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങളോ ബന്ധപ്പെട്ടാൽ താൻ പാണക്കാട്ടേക്ക് വരും അല്ലെങ്കിൽ ലീഗുമായി അല്ലെങ്കിൽ ലീഗുമായി സഹകരിക്കും എന്ന തരത്തിൽ ഒരു പ്രതികരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ ലഭിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ പാണക്കാട്ടേക്ക് പാണക്കാട്ടേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി പാണക്കാട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ പാണക്കാട്ടെത്തി അബ്ബാസ് അലി തങ്ങളുമായും ഒപ്പം തന്നെ മുനവ്വർ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായും സംസാരിച്ചു. ഈ മുസ്ലിം ലീഗിൽ തുടരും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ അതായത് മറ്റു പാർട്ടിക്കാർ ക്ഷണിച്ചതിൽ സന്തോഷം എന്ന് പറയുന്നുമുണ്ട്. അത് ഒപ്പം തന്നെ താനൊരു ലീഗുകാരനായി തുടരും, ആത്യന്തികമായി താനൊരു ലീഗുകാരനാണ്, ഒരു ലീഗുകാരൻ എന്ന നിലയിൽ ഉണ്ടായ വൈകാരിക പ്രകടനമാണ് അപ്പോൾ സംഭവിച്ചത് എന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഒരു ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിൽ തന്നെ തുടരും എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പാണക്കാട് തറവാട്ടിലെത്തി മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പം മുമ്പാണ് അദ്ദേഹം പാണക്കാട് എത്തിയത്. അതിനുശേഷം അബ്ബാസ് അലി തങ്ങളുമായും അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റു തങ്ങന്മാരുമായും ഒക്കെ സംസാരിച്ചതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിൽ തുടരും എന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് ഈ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു CPM അദ്ദേഹത്തെ സമീപിക്കുകയും മാത്രമല്ല ഇന്ന് PB അംഗം A വിജയരാഘവനിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചർച്ചകൾ നടത്തി അദ്ദേഹത്തിന് വേണ്ട സീറ്റ് സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ചകൾ നടത്തി. തിരൂരങ്ങാടിയിൽ സീറ്റ് നൽകാമെന്ന കാര്യത്തിലേക്ക് വരെ ചർച്ചകൾ എത്തിയ ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അത് വൈകുന്നേരത്തോടു കൂടി തന്നെ ഏതാണ്ട് അദ്ദേഹം ആ ഒരു സൂചനയിലേക്ക് നൽകിയിരുന്നു. അതായത് തന്നെ ഇത്തരത്തിൽ ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ വിളിക്കുകയാണെങ്കിൽ താൻ
പോകും എന്ന തരത്തിൽ. ജംഷീർ, ഒരു കാര്യം കൂടി, ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണല്ലോ, അല്ലെങ്കിൽ അതിലെ അതൃപ്തിയാണല്ലോ ഇപ്പോൾ ഈ അനിശ്ചിതത്വത്തിലേക്കൊക്കെ നയിച്ചത്. ഇനിയിപ്പോൾ മുസ്ലിം ലീഗിന്റെ 2 സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ സമവായത്തിന് അടിസ്ഥാനം? നിലവിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചൊരു കൃത്യത വരേണ്ടതുണ്ട്. അദ്ദേഹം അല്പം മുമ്പാണ് ഇവിടെ എത്തി മടങ്ങിയിട്ടുള്ളത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ച സീറ്റ് സംബന്ധിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പാർട്ടിയെ സംബന്ധിച്ചോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. പക്ഷെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനം, അതായത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അദ്ദേഹം ലീഗിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള ആ ഒരു കാര്യം പ്രകടമാക്കിയിരുന്നു എന്നുള്ളതാണ്. കാരണം ആ ഒരു തരത്തിലായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ ആദ്യഘട്ടത്തിൽ, അതായത് ഇന്ന് രാവിലെ തൊട്ട് അദ്ദേഹം നേതൃത്വത്തോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും അദ്ദേഹം ആ തരത്തിൽ, അതായത് തങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ തന്നെ ബന്ധപ്പെട്ടാൽ ഈ തന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആ വിവരം പാണക്കാട്ടേക്ക് എത്തുകയും അല്ലെങ്കിൽ സാദിഖലി തങ്ങൾ ഉള്ള ഉന്നത നേതാക്കന്മാർക്ക് ലഭിക്കുകയും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആണ് പിന്നീട് അദ്ദേഹത്തെ പാണക്കാട്ടേക്ക് വരാൻ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ വിളിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടി, അതായത് 10:30 ശേഷം 11 മണിയോട് അടുപ്പിച്ച് അദ്ദേഹം ഈ പാണക്കാട്ടേക്ക് വരുന്നതും അബാത്തലി തങ്ങൾ, മടവറിൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കാണുന്നതും. അതായത് നേരത്തെ മുതിർന്ന നേതാക്കൾ ആരും അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി സംസാരിച്ചിരുന്നില്ല. പ്രാദേശിക നേതാക്കളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അതൃപ്തി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് പാണക്കാടേക്ക് അദ്ദേഹത്തെ വിളിപ്പിക്കുകയായിരുന്നു ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം സ്വമേധയാ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോവുകയായിരുന്നോ? പാണക്കാട്ടേക്ക് അദ്ദേഹത്തെ വിളിപ്പിച്ചതാണെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടില്ല എന്നൊരു പരിഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് PMA സലാം മാത്രമാണ് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത്. സമയം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ തങ്ങളോ ഉൾപ്പെടെയുള്ള ആരെങ്കിലും തന്നെ ബന്ധപ്പെടണമെന്നൊരു ആവശ്യമായിരുന്നു. അദ്ദേഹം വൈകുന്നേര സമയത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. ആ ഒരു കാര്യം, അതായത് പ്രാദേശിക നേതൃത്വം പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട്. അവിടെയുള്ള, അതായത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള പ്രാദേശിക ലീഗ് നേതൃത്വം എപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പ്രാദേശിക നേതൃത്വത്തിന് മുന്നിൽ അദ്ദേഹം വെച്ചിരുന്നത് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ തന്നെ ബന്ധപ്പെടണമെന്ന കാര്യമാണ്. ഇക്കാര്യം പ്രാദേശിക നേതൃത്വം മുതിർന്ന നേതാക്കളെ അറിയിക്കുകയും അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാദിഖലി തങ്ങൾ അദ്ദേഹത്തെ പാണക്കാട്ടേക്ക് വരാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ സാദിഖലി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അദ്ദേഹം പാണക്കാട് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഒരു അനിശ്ചിതത്വമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പോകുന്നു എന്നുള്ള, അല്ലെങ്കിൽ ലീഗ് വിടുന്നു എന്നുള്ള ഒരു അനിശ്ചിതത്വം. മാത്രമല്ല CPM നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തുന്നു. CPM നേതൃത്വം അത് തള്ളാതെ അദ്ദേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് അടിയന്തിരമായിട്ടുള്ള കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നു. PV അംഗം A വിജയരാഘവന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു. സീറ്റ് സംബന്ധിച്ച ചർച്ച. അങ്ങനെ വളരെ ചടുലമായ നീക്കങ്ങളും അപ്രതീക്ഷിതമായ നീക്കങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു പകൽ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ആ പകൽ മുഴുവൻ ഉണ്ടായ അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ രാത്രിയോട് കൂടി അബ്ദുറഹ്മാൻ രണ്ടത്താണി പാണക്കാട് എത്തിയിരിക്കുന്നത്. ആ കാര്യത്തിൽ അദ്ദേഹം ലീഗിൽ തുടരും എന്നൊരു കൃത്യമായൊരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു. ഏതായാലും ഒരു ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തന്നെ തുടരുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പാണക്കാട് നടത്തിയ ചർച്ചയിലാണ് ഇങ്ങനെയൊരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ജംഷീർ കോടി. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് കൊല്ലപ്പെട്ടു. ഉന്നത നേതാക്കളുടെ കൊലയ്ക്ക് തിരിച്ചടിയായി ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ വ്യാപക മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വെച്ച് ഇറാന്റെയും ഇസ്രായേലിന്റെയും ആക്രമണമുണ്ടായി. സൗദി കിഴക്കൻ പ്രവിശ്യയിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിച്ചെന്ന് സൗദി സൈന്യം അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേർന്നു. നാസർ, ഈ ഇന്റലിജൻസ് മന്ത്രിയുടെ മരണം ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ടോ?
അനീഷ, ഇറാൻ ഏതാണ്ട് അല്പം മുമ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു തങ്ങളുടെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ 3 പ്രധാന നേതാക്കളെയാണ് ഇസ്രായേൽ ഇറാനിൽ വകവരുത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ സുരക്ഷാ മേധാവി കൂടിയായിരുന്ന അലി ലാരിജാനിയാണ്. മറ്റൊന്ന് അർദ്ധസൈനിക വിഭാഗമായ ബാസിജിന്റെ കമാൻഡർ കൂടിയായിട്ടുള്ള ഗുലാം റസാം സുലൈമാനി കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെ കൂടി വധിച്ചതായിട്ട് ഇസ്രായേലിൽ നിന്ന് ഉച്ചയോടുകൂടി തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് ഇപ്പോൾ രാത്രിയാണ് ഏറെക്കുറെ അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഈ 2 നേതാക്കൾക്കും അലി ലാരിജാനിക്കും അതോടൊപ്പം തന്നെ ഗുലാം റസ സുലൈമാനിക്കും വീരോചിതമായിട്ടുള്ള യാത്രയപ്പ് ഇന്ന് വൈകിട്ട് നൽകിയിരുന്നു. ടെഹ്റാനിൽ 10,000-ങ്ങളാണ് ആ ഒരു വിലാപയാത്രയിലും മറ്റും തടിച്ചുകൂടിയിരുന്നത്. ഏതായാലും ഈ ഒരു സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണതയിലേക്കും യുദ്ധം കൂടുതൽ വ്യാപ്തിയിലേക്കും കൊണ്ടുവരിക എന്ന ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തോടു കൂടിയാണ് ഇസ്രായേൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഇത് അമേരിക്കയുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണോ ഈ രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ സൈനിക നേതാക്കളെ വകവരുത്തുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. അതോടൊപ്പം തന്നെയാണ് ഇറാനിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള സൗത്ത് ഫാർസ് വാതക പാടങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണം ഇന്ന് ഇസ്രായേൽ നടത്തി. ആ ആക്രമണത്തോടു കൂടിയാണ് കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും അയൽ രാജ്യങ്ങളെ, അവിടുത്തെ എണ്ണ കേന്ദ്രങ്ങളെ, ഊർജ്ജ കേന്ദ്രങ്ങളെ തങ്ങൾ ലക്ഷ്യമിടുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയതോടുകൂടി വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘർഷം കൂടുതൽ സജീവതയിലേക്ക് പോകുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഖത്തർ, അതോടൊപ്പം തന്നെ സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ അതിശക്തമായി തന്നെ ഇറാനിലെ ഈ എണ്ണപ്പാടങ്ങൾക്ക്, വാതക പാടങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിക്കുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത്തരം ഏറ്റവും അപകടകരമായ നീക്കങ്ങളിൽ നിന്ന് ഇസ്രായേൽ വിട്ടുനിൽക്കണമെന്ന് ഖത്തറും UAE-യും ഒക്കെ ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചു എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കൂടുതൽ ആപൽക്കരമായിട്ടുള്ള ഊർജ്ജ മേഖലകളിലേക്ക്, അടിസ്ഥാന സൗകര്യ മേഖലകളിലേക്ക്, സിവിലിയൻ മേഖലകളിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ടുപോവുക എന്നത് ഒരുപക്ഷെ ഇസ്രായേലിന്റെ താല്പര്യമായിരിക്കും. പക്ഷേ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ മേഖലയുടെ കെട്ടുറപ്പ്, സമാധാനം, ഐക്യം ഇതിനൊക്കെയും തുരങ്കം വെക്കുമെന്ന മുന്നറിയിപ്പാണ് വിവിധ രാജ്യങ്ങളും നൽകുന്നത്. ഇന്നിപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു വെടിനിർത്തലിലേക്ക് ഇരുപക്ഷവും തയ്യാറാകേണ്ടതുണ്ട്. അതിനു പകരം ഇതിനെ കൂടുതൽ ആളിക്കത്തിക്കാനുള്ള നീക്കങ്ങളെ വളരെ ശക്തമായി തന്നെ നേരിടണമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി നൽകിയത്. അതുമാത്രമല്ല, പരമാവധി ഒരു വെടിനിർത്തലിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ചൈന നടത്തുമെന്നുകൂടി ചൈനീസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സ്ഥിതിഗതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 ദിവസങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ യുദ്ധം കൂടുതൽ സംഘർഷാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കും എന്ന ഒരു പരോക്ഷമായിട്ടുള്ള സൂചനകൾ വരുന്നു എന്നതല്ലാതെ ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ആ തങ്ങളുടെ യുദ്ധം ലക്ഷ്യം നിറവേറി എന്ന അർത്ഥത്തിലുള്ള പ്രതികരണം നടത്തുന്ന ട്രംപ് തന്നെ ഇനിയും കുറെ കൂടി ലക്ഷ്യങ്ങൾ അവിടെ നിറവേറാനുണ്ടെന്ന മറ്റൊരു പ്രസ്താവന കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനിശ്ചിതാവസ്ഥ പിന്നെ വലിയ തോതിൽ തന്നെ സംഘർഷത്തിന് ആക്കം കൂട്ടുകയാണ്. ഏതായാലും ഇറാനിലെ മറ്റൊരു മന്ത്രിയായ ഇസ്മായിൽ ഖാത്തിബി ഭരിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അത് സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കും, ആക്രമണം കൂടുതൽ കടുക്കാനുള്ള സാധ്യത കൂടിയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ വാതകപ്പാടത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഖത്തർ. സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലുണ്ടായ ആക്രമണം അപകടകരമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണം ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക എണ്ണപ്പാടമാണ് ഖത്തറിനോട് ചേർന്ന് കിടക്കുന്ന സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡ്. ആക്രമണത്തിന്റെ ആഘാതം വിപണികളിൽ പ്രതിഫലിച്ചു. അതിനിടെ ഇന്ന് ഖത്തറിനെ ലക്ഷ്യമിട്ട ഒരു മിസൈൽ ആക്രമണമാണ് ഇറാനിൽ നിന്ന് ഉണ്ടായത്. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഇന്ന് ഖത്തറിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? ഈ വാതകപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത് ഈ വിപണി ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്? അനീഷ, ഈ യുദ്ധം 3ാമത്തെ ആഴ്ചയിലേക്ക് പിന്നിടുമ്പോൾ ഇത് ഒരു മിലിറ്ററി എസ്കലേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഊർജ്ജ യുദ്ധമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇറാനിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിലെ അസലൂയ എന്ന് പറയുന്ന അവരുടെ LPG പ്ലാന്റുകൾ, അതിന് നേരെയുള്ളൊരു ആക്രമണം ഇസ്രായേൽ നടത്തിയത്.
ഇതിനു പിന്നാലെ ഇത് ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുകയും അങ്ങനെ UAE-ലെയും അതുപോലെ തന്നെ ഖത്തറിലെയും സൗദിയിലെയും ഈ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ പറയുകയും ചെയ്തു. അതിൻ്റെ ഒരു അലയൊലികൾ അനുരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖത്തറും ഇറാനും തമ്മിൽ പങ്കിടുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഗ്യാസ് റിസർവോയറിന് നേരെയാണ്. അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തിന് നേരെയാണ് നിലവിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് ആഗോള എണ്ണ വിപണിയിൽ അതുപോലെ ഈ ആഗോള എണ്ണ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ആഘാതം നമ്മൾ ഇതുവരെ കണ്ടതുപോലെയോ കേട്ടതുപോലെയോ ആയിരിക്കില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഖത്തർ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് രണ്ട് വാചകങ്ങളിലാണ്. ഒന്ന് ഡേഞ്ചറസ് എന്നുള്ളതാണ്, മറ്റൊന്ന് ഇർറെസ്പോൺസിബിൾ എന്നാണ്. അഥവാ ഇത് അപകടകരമാണ്, അതുപോലെ തന്നെ നിരുത്തരവാദപരമാണ് എന്നാണ് മാജിദ് അൽ അൻസാരി ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് സൗത്ത് പാർക്ക് ഗ്യാസ് ഫീൽഡ് എന്ന് പറയും. അഥവാ നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു ഭൂമിശാസ്ത്രം കൂടി ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഖത്തറിനും ഇറാനും ഇടയിൽ പേർഷ്യൻ ഗൾഫുണ്ട്, എന്താ പറയുക, ഈ പേർഷ്യൻ കടലുണ്ട്. ഈ പേർഷ്യൻ ഗൾഫിന് ഇടയിലാണ് ഈ വലിയ ഗ്യാസ് റിസർവോയർ ഉള്ളത്. ഇത് സമുദ്രത്തിനടിയിലാണ്. ഈ സമുദ്രത്തിനടിയിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് സൗത്ത് പാർക്ക് ഗ്യാസ് ഫീൽഡ് ആണെങ്കിൽ ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് നോർത്ത് ഡോം എന്ന് പറയും. ഇങ്ങനെ ഏകദേശം 9700 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് റിസർവോയർ. ഇതിൽ 6000 സ്ക്വയർ കിലോമീറ്റർ ഖത്തറിൻ്റെതാണ്, അതുപോലെ 3700 സ്ക്വയർ കിലോമീറ്റർ ഇറാനിൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ ആക്രമണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആഘാതം ഉണ്ടാക്കുന്നതാണ്. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് ഏകദേശം 18 ബില്യണിലേറെ മെട്രിക് ടൺ ഏതാനും വാതകപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഖത്തറിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഈ വിപണിയിൽ ഉൾപ്പെടെ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് അബ്ബാസ് നൽകുന്ന വിവരങ്ങൾ. വളരെ നിർണായകമായ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അറബ് രാജ്യങ്ങൾക്കെതിരെ ഇറാന്റെ ആക്രമണം കടുത്തതോടെ വിഷയം ചർച്ച ചെയ്യാൻ സൗദിയിലെ റിയാദിൽ അറബ് രാജ്യങ്ങളുടെ യോഗം. അല്പസമയത്തിനകം ഈ യോഗം ആരംഭിക്കും. അറബ് ഗൾഫ് വിദേശകാര്യമന്ത്രിമാരാണ് യോഗം ചേരുന്നത്. ഇതിന് പിന്നാലെ സൗദി വിദേശകാര്യമന്ത്രി മാധ്യമങ്ങളോട് നിലപാട് വിശദീകരിക്കും. ഇറാനിലെ എണ്ണപ്പാടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടന്നതോടെ ഗൾഫിൽ ആക്രമണം നടത്തുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിനിടെയാണ് യോഗം ചേരുന്നത്. റിയാദിലേക്ക് എത്തിയ നിരവധി ബാലിസ്റ്റിക് മിസൈൽ തടയുന്നതിനിടെയാണ് യോഗം നേരിട്ട് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുകയാണ്. വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്ന റിയാദിലെ ഹോട്ടലിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് തത്സമയം. അഫ്താബ്, യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ ആക്രമണത്തെ എങ്ങനെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ എത്തുക? അനിഷ, അല്പസമയത്തിനകമാണ് യോഗം ആരംഭിക്കുക. സൗദി പ്രാദേശിക സമയം 9:45 യോഗം ആരംഭിക്കുമെന്നാണ് നമുക്കുള്ള അറിയിപ്പ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ സമയം 12:15 യോഗം ആരംഭിക്കുക. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് വിവിധ GCC വിദേശകാര്യ മന്ത്രിമാർ, അതോടൊപ്പം വിവിധ അറബ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ, അതിൽ തന്നെ തുർക്കി, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരെല്ലാവരും തന്നെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അനീഷ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, ഈ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തലസ്ഥാനമായ റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 6 ബാലിസ്റ്റിക് മിസൈലുകൾ തുടരെ ഇപ്പോൾ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇതിന്റെ അവശിഷ്ടങ്ങൾ പല ഭാഗത്തായി താഴേക്ക് വീഴുകയും ചിലയിടത്ത് തീഗോളമായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർക്കും പരിക്കില്ല, നാശനഷ്ടമില്ല എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവയും ഇപ്പോൾ വിജയകരമായി പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് മന്ത്രാലയം അറിയിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാനിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ നടന്നിരുന്നു. അതിന് പിന്നാലെ അവിടെ വലിയ തോതിൽ തീപിടുത്തമുണ്ടായി. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന്, ഒപ്പം ഗൾഫ് മേഖലയിലെ US കേന്ദ്രങ്ങളും US സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലും ആക്രമണം നടത്തുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ. ഇതിപ്പോൾ റിയാദിൽ ഉൾപ്പെടെ നമ്മൾ അതിന്റെ പ്രകമ്പനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്ക് അതിന്റെ വാർണിംഗ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി യോഗത്തിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ യോഗം ഏറ്റവും നിർണായകമായ, ഈ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും നിർണായകമായ ഒരു യോഗമായിരിക്കും. കാരണം ഇതുവരെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്കോ ഒരു നടപടിയിലേക്കോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച്
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ സഖ്യങ്ങളെയും ഇവിടെ നിന്നും ഹോർമൂസ് വഴി എണ്ണ കൊണ്ടുപോകുന്ന ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളെയും എല്ലാം തന്നെ ഇവിടേക്ക് കടലിടുക്ക് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചെങ്കിലും ആരും എത്തിയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ട്രംപിന് മുമ്പിലുള്ള ഇനിയുള്ള ഏക വഴി എന്ന് പറയുന്നത് മേഖലയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അതും GCCയിലെ 6 രാജ്യങ്ങളും അവരുടെ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഇടനാഴി കൂടിയാണ് ഈ മേഖല. അതുകൊണ്ട് അവരെ ഇതിലേക്ക് എത്തിക്കുക എന്നൊരു സമ്മർദ്ദം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ യോഗം ആ നിലക്ക് കൂടി പ്രാധാന്യമുള്ളതാണ്. ഇറാന്റെ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപകമായ തോതിൽ നടക്കുന്ന സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള പ്രതിരോധമായിരിക്കും ഗൾഫ് രാജ്യങ്ങൾ എടുക്കുക എന്നുള്ളത് നിർണായകമാണ്. ഇതിൽ തന്നെ നാറ്റോയുടെ ഭാഗമായെല്ലാം നിലകൊള്ളുന്ന തുർക്കിയുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഓരോ രാജ്യങ്ങളുടെയും നിലപാട് എന്തായിരിക്കും, അതോടൊപ്പം എന്ത് നിലപാടിലേക്കായിരിക്കും തിരിച്ചൊരു ആക്രമണത്തിനോ അല്ലെങ്കിൽ പ്രതിരോധത്തിനോ ഗൾഫ് രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടിയായി അത് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇതുവരെ വിവേകപൂർണമായ ഒരു നിലപാടാണ് എടുക്കുക എന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ആ നിലക്കെല്ലാം ഇന്നൊരു പക്ഷേ ഇറാന്റെ ആക്രമണത്തെ ഒന്നിച്ച് പ്രതിരോധിക്കുക എന്ന നിലപാടിലേക്കോ മറ്റോ പോയി കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായ യുദ്ധത്തിന്റെ ഒരു ചിത്രമായിരിക്കില്ല അത് സൃഷ്ടിക്കുക. അതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആഗോള വിപണിയിലടക്കം അതിന്റെ പ്രതിഫലനങ്ങൾ കൂടുതൽ ഗൗരവമായ രൂപത്തിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ നിലക്കെല്ലാം ഇന്ന് ഈ യോഗം നിർണായകമാണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 15 മിനിറ്റിനകം ഈ യോഗം ആരംഭിക്കും. അനിഷ, ഏതായാലും അറബ് രാജ്യങ്ങളുടെ യോഗമാണ് റിയാദിൽ ചേർന്നത്. ഈ യോഗം നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് മീഡിയ 1. വിവരങ്ങൾ നൽകിയത് അഫ്താബ് റഹ്മാനാണ്. സൗദിയിൽ മാസപ്പിറ കാണാത്ത സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. ഒമാനിൽ നാളെയാണ് മാസപ്പിറ നിരീക്ഷണം. യുദ്ധപശ്ചാത്തലം നിലനിൽക്കെ പലയിടത്തും ഈദ്ഗാഹുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അഫ്താബ്, യുദ്ധത്തിനിടയിലുള്ള ഒരു പെരുന്നാളാണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് സൗകര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ? അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തെ ഇസ്ലാം മത വിശ്വാസികളുടെ 2 ആഘോഷങ്ങളാണുള്ളത്. അതിൽ തന്നെ 2 പെരുന്നാൾ ആഘോഷങ്ങൾ. അതിൽ റമദാന്റെ ഭാഗമായുള്ള വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയുള്ള ആഘോഷത്തിലേക്കാണ് ലോകത്തെ ഇസ്ലാം മത വിശ്വാസികൾ കടക്കാൻ പോകുന്നത്. അതിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നിപ്പോൾ സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായില്ല. അതുകൊണ്ട് നാളത്തെ ഒരു നോമ്പ് കൂടി പൂർത്തിയാക്കി 30 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കി വിശ്വാസികൾ വെള്ളിയാഴ്ചയാണ് ഈ പെരുന്നാളിലേക്ക് കടക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധത്തിന്റെ ഒരു നിഴൽ ഈ മേഖലയിൽ ഒന്നാകെയുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിൽ ഖത്തർ, ബഹ്റൈൻ, UAE ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈദ്ഗാഹുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പൊതു മൈതാനങ്ങളിലുള്ള നമസ്കാരങ്ങൾ ഉണ്ടാകില്ല, പകരം പള്ളികളിലായിരിക്കും നമസ്കാരം. സൗദിയിൽ വ്യാപകമായ തോതിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ഇവിടെയും ഈദ്ഗാഹുകൾക്ക് പകരം കൂടുതലും പള്ളിയിൽ തന്നെയായിരിക്കും നമസ്കാരങ്ങൾ ഉണ്ടാവുക. ഏതായിരുന്നാലും യുദ്ധ പശ്ചാത്തലം നിൽക്കുമ്പോൾ അത്ര ആഘോഷത്തിലേക്കല്ല വിശ്വാസികൾ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ആശങ്ക അവരുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള സ്ഥിതിവിശേഷം അത്ര ഗുണകരമല്ലാത്തൊരു നിലയിലേക്ക് പോകുമ്പോൾ എന്താകുമെന്നുള്ള ആശങ്ക എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എങ്കിൽ പോലും ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷ ദിനമാണ്. അതുകൊണ്ട് ഈ വ്രതത്തിന്റെ 30 ദിനം ദൈവം പറഞ്ഞതനുസരിച്ച് വിശുദ്ധ ഖുർആൻ അവതരിച്ച ഒരു മാസത്തിലെ നോമ്പനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കി വിശ്വാസികൾ ഏതായിരുന്നാലും വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷത്തിലേക്ക് പോകും. ഒമാനിൽ നാളെയാണ് ഒരു അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാവുക. പെരുന്നാൾ എന്ന് പറയുമ്പോൾ അത് സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഒരു സന്തോഷം നൽകുന്ന ആഘോഷമാണ്. അതാണ് ഇപ്പോൾ ഈ പെരുന്നാൾ കഴിയുമ്പോഴേക്കും ഈ സംഘർഷ പശ്ചാത്തലമൊക്കെ മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഫ്താബാണ് വിവരങ്ങൾ നൽകി. UAE പെരുന്നാളിനോടനുബന്ധിച്ച് മികച്ച ഓഫറുകൾ ഒരുക്കി ലെപ്റ്റസ് ഹൈപ്പർ മാർക്കറ്റ്. നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് ഗുണമേന്മയുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. UAEയിലെ എല്ലാ ലെപ്റ്റ് സ്റ്റോറുകളിലും പെരുന്നാളിനോടനുബന്ധിച്ചാണ് മാർച്ച് 22 വരെ ഓഫറുകൾ പ്രഖ്യാപിച്ചത്. ഈ സമയത്ത് പരമാവധി ഈ രാജ്യത്തോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നല്ല വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇതിനോട് പ്രമാണിച്ച് നമ്മൾ 22-ാം തീയതി വരെ നല്ല വർദ്ധിച്ച ഓഫറും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വസ്ത്രങ്ങൾക്കും ഗിഫ്റ്റുകൾക്കുമായി ഒരുക്കിയ ലോട്ട് ആൻഡ് സേവ് വിഭാഗത്തിലും പ്രമുഖ ബ്രാൻഡുകളായ സ്കെച്ചേഴ്സ്, റീബോക്ക് തുടങ്ങിയവയ്ക്ക് വിലക്കിഴിവ് ലഭിക്കും. റാസൽ ഖൈമയിലെ വിജയത്തിന് ശേഷം പുതുതായി പ്രവർത്തനം ആരംഭിച്ച അല്ലൈനിലെ ശാഖയിൽ ഉൾപ്പെടെ മികച്ച ഓഫറുകൾ ലഭ്യമാണെന്നും ലെപ്റ്റിസ് അധികൃതർ അറിയിച്ചു. നമ്മുടെ റാസൽ ഖൈമയിലുള്ള ഷോറൂമിലും അതേപോലെ തന്നെ അലൈനിലെ നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച ഷോറൂമിലും ഈ ഓഫേഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. മീഡിയ 1 അലൈൻ.
സൗദിയിൽ ഈദ് സ്പെഷ്യൽ ബിരിയാണി ഫെസ്റ്റിന് തുടക്കമിടാൻ ഒരുങ്ങി ലുലു ഗ്രൂപ്പ്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ബിരിയാണികളാണ് ഫെസ്റ്റിന്റെ ഭാഗമാകുക. ഈദ് ആഘോഷങ്ങളെ വരവേറ്റ് പ്രത്യേക ഷോപ്പിംഗ് ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലുടനീളമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ബിരിയാണി ഫെസ്റ്റിന് തുടക്കമാവുകയാണ്. തലശ്ശേരി ദം ബിരിയാണി മുതൽ അറബിക് ബിരിയാണി വരെ രുചിയുടെ വൈവിധ്യങ്ങളാണ് ഒരുക്കുന്നത്. ഈദാഘോഷങ്ങൾക്ക് കൊതിയൂറും രുചി പകരലാണ് ലക്ഷ്യം. ഇതിനു പുറമെ പ്രവാസികൾക്കടക്കമുള്ളവർക്ക് ഈദ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളെല്ലാം ഫെസ്റ്റിലുണ്ട്. ഓരോ ഹൈപ്പർ മാർക്കറ്റുകളിലും സ്പെഷ്യൽ പവലിയൻ ഒരുക്കിയാണ് പരിപാടി. മലബാർ ബിരിയാണി, തലശ്ശേരി മട്ടൻ ദം ബിരിയാണി, ഫിഷ് വാഴയില ദം ബിരിയാണി, ചിക്കൻ ടിക്ക ബിരിയാണി തുടങ്ങിയവയെല്ലാം ഫെസ്റ്റിന്റെ ഭാഗമാകും. അറബിക് വിഭവങ്ങളായ ചിക്കൻ മന്തി, ഷവായ്, മഷാവി ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ എന്നിവയും ഫെസ്റ്റിന് രുചി പകരും. പ്രത്യേക യൂറോപ്യൻ സ്റ്റൈൽ ബിരിയാണിയും ഫെസ്റ്റിൽ ലഭ്യമാകും. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഫുൾ പേ ബാക്ക് ഓഫർ അടക്കം നിരവധി ഓഫറുകളും ലഭ്യമാക്കി. ഈദ് ദിനത്തിൽ തുടങ്ങി 4 ദിവസം നീളുന്നതായിരിക്കും ഫുൾ പേ ബാക്ക് ഓഫർ. മാർച്ച് 19 വരെയാണ് ഹാഫ് പേ ബാക്ക് ഓഫർ ലഭിക്കുക. കുട്ടികൾക്കായി പുത്തൻ കളിപ്പാട്ടങ്ങളുമായി ലുലുവിൽ ടോയ് ഫെസ്റ്റും തുടരുകയാണ്. മീഡിയ 1 റിയാദ്.